ബി.ജെ.പിയുടെ ഗൃഹസമ്പർക്ക യജ്ഞവും നിധി ശേഖരണവും തിരുവനന്തപുരം രാജാജി നഗറിൽ നടക്കുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുകയാണ്. തത്സമയത്തിലേക്ക് പോകാം. ബി.ജെ.പിയുടെ ഗൃഹസമ്പർക്ക യജ്ഞവും നിധി ശേഖരണവും തിരുവനന്തപുരം രാജാജി നഗറിൽ നടക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 50 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി സമ്പർക്കം നടത്തുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. പരിപാടിയുടെ ഭാഗമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഗൃഹസമ്പർക്കം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ എം.എസ്. ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വീണ, പറയൂ. അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം രാജാജി നഗറിലെ വീടുകളിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. ഗൃഹസമ്പർക്ക പരിപാടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഒരു ഗൃഹസമ്പർക്ക പരിപാടിക്ക് പ്രത്യേക ഒരു മുദ്രാവാക്യം കൂടി ഉയർത്തിയാണ് ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറാത്തതിനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പർക്ക പരിപാടി ബി.ജെ.പി ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ, അതായത് ഇടതു വലതു മുന്നണി ഭരണത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിൽ വിശദീകരിക്കുക എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ രാജാജി നഗറിലെത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഈ പരിപാടിയുടെ, അതായത് ഗൃഹസമ്പർക്ക യജ്ഞവും നിധി ശേഖരണം പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുക. സംസ്ഥാനത്തടക്കം ഉണ്ടാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിലെ അടക്കം പ്രതിസന്ധിയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി അടക്കം സംസ്ഥാനം നേരിടുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളിൽ നേരിട്ടെത്തി ബോധവാന്മാരാക്കുക, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ ഓരോ വീടുകളിലെത്തി ഓരോ വ്യക്തികളോടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ബി.ജെ.പി ഒപ്പമുണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടിയിൽ 50 വീടുകളിലായിരിക്കും അദ്ദേഹം സമ്പർക്കം നടത്തുക. വീണ, അതോടൊപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് ബി.ജെ.പി എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ അത്തരത്തിലുള്ള തുടർ നീക്കങ്ങളുമായി ബി.ജെ.പി മുന്നോട്ടു പോകുമ്പോൾ വികസിത കേരളം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയല്ലേ അടുക്കുന്നത്? ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കാനും വികസിത കേരളത്തിലേക്ക് എന്തെല്ലാം ചുവടുവയ്പ്പുകളാണ് അടിസ്ഥാനപരമായി വയ്ക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കുന്നതിന് ഉതകുന്ന ഒരു ഗൃഹസമ്പർക്ക പരിപാടിയല്ലേ ഇത്തരത്തിൽ നടക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ് രോഹിണി. വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക, നമ്മുടെ അടിസ്ഥാന വർഗ്ഗ ജനവിഭാഗത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കുക, അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ അതൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്കൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്നതിനായിട്ടാണ് അദ്ദേഹം നേരിട്ടെത്തി കൂടിയൊരു പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ബി.ജെ.പിയുടെ ഗൃഹസമ്പർക്ക യജ്ഞവും നിധി ശേഖരണവും തിരുവനന്തപുരം രാജാജി നഗറിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 50 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി സമ്പർക്കം നടത്തുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിനായുള്ള പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. മെയിനൻസ് കൊടുത്തിരുന്നോ? നടക്കൂലേ അവര് അതിന്റെ ഓണർ എഴുതി കൊടുത്തിരിക്കും. മെയിൻ്റെനൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെയ്യുന്നില്ല. കുറച്ച് എല്ലാം ശക്തമായിട്ട് ജനങ്ങളുടെ വീണ ചേരുന്നുണ്ട്. വീണ, എന്തായാലും ഗൃഹസമ്പർക്ക യജ്ഞം പുരോഗമിക്കുകയാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി
രാജാജി നഗറിലെ വീടുകൾ സന്ദർശിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് എപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിലൂന്നിയുള്ള ഒരു വികസനം കൃത്യമായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ചവിട്ടുപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് തുടർ വികസനം ഉറപ്പാക്കാം എന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയല്ലേ BJP മുന്നേറുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ ഓരോ വീടും സാധിക്കുന്നത്ര കഴിയുന്നത്ര വീടുകൾ എന്നുള്ളതാണ്. 50 ലക്ഷം എന്നുള്ളതൊരു കണക്ക് മാത്രമാണ്. സംസ്ഥാനത്തൊക്കെ എല്ലാ വീടുകളിലും എത്താവുന്നിടത്തോളം എത്തുക എന്നുള്ളത് തന്നെയല്ലേ BJPയുടെ ലക്ഷ്യം. തീർച്ചയായും തന്നെയാണ് രോഹിണി. കഴിയാവുന്ന വീടുകളിലേക്ക് കയറുക, ഓരോ മനുഷ്യരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കുക, അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് BJP ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. 50 ലക്ഷം വീടുകളിലാണ് ഗൃഹസന്ദർശനം നടത്തുക. എന്നാൽ 50 ലക്ഷം വീടുകൾ മാത്രമല്ല, കേരളത്തിലുള്ള കോടിക്കണക്കായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുക, അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇടതു വലതു മുന്നണികളിൽ നിന്ന് അവർക്ക് നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തു കൊടുക്കുക. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ വീടുകളിലേക്കും ഇപ്പോൾ ഗൃഹസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരം രാജാജി നഗറിലെ ഇവിടുത്തെ വീടുകളിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഭാഗത്തെ നാട്ടുകാർ കാണുന്നത് എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും. വിഷമങ്ങൾ പറയാനായി കാത്തു നിൽക്കുന്ന നിരവധി പേരെ കാണാം. പ്രായമായവരുണ്ട്, അതുപോലെ തന്നെ അമ്മമാരുണ്ട്. അങ്ങനെ നിരവധി പേരാണ് അദ്ദേഹത്തെ കാണുകയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും ഇനിയെങ്കിലും അതിന് പരിഹാരം വേണമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചാണ് അദ്ദേഹത്തിൽ അർപ്പിച്ച് BJPയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിലുള്ള ആ ഒരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ആവശ്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തോടുള്ള വിശ്വാസമൊക്കെ തന്നെയാണ് ഇവിടെ എത്തുന്ന അവരുടെ പരാതി പറയാൻ തയ്യാറെടുക്കുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. തന്നെ വികസനത്തിലാണ് അടക്കം അത്തരത്തിലുള്ള വീമ്പ് പറച്ചിൽ നടത്തുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നമുണ്ട്, വീടെന്ന സ്വപ്നം ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ ഫയലുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക, അവരുടെ പ്രതിസന്ധി അതൊക്കെ അദ്ദേഹം വിശദമായി നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഓരോ വീടുകളിൽ നിന്ന് മറ്റു വീടുകളിലേക്ക് പോകുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക് പോകുന്ന അവരുടെ വിഷമതകളും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ പ്രതിസന്ധികളും ഒക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒപ്പമുണ്ട്. ലക്ഷ്യത്തിൽ ത്തിന്റെ വിഷമതകൾ മനസ്സിലാക്കി അവരിലൂടെ കേരളത്തെ പടുത്തുയർത്തുക, വികസിത കേരളം എന്ന സ്വപ്നത്തിലേക്ക് എത്തുക ആദ്യ പടിയായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗൃഹസമ്പർക്ക പരിപാടിയുമായി BJP മുന്നോട്ട് പോകുന്നത്. രോഹിണി. ശരി വീണ, തുടരുക. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഗൃഹസമ്പർക്ക യജ്ഞം തുടരുകയാണ്. അദ്ദേഹത്തെ കാണുന്ന മാത്രയിൽ തന്നെ തങ്ങൾക്ക് പറയാനുള്ള ദുഃഖങ്ങളും ആവലാതികളും ഒക്കെ സാധാരണക്കാരായ രാജാജി നഗറിലെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്. അതെല്ലാം അദ്ദേഹം സശ്രദ്ധം കേൾക്കുന്നുമുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഭിസംബോധന ചെയ്യേണ്ടത് ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിലൂന്നിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗൃഹസമ്പർക്ക യജ്ഞമാണിപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓരോരോ വീടുകളായി ഗൃഹസമ്പർക്ക യജ്ഞം നടത്തുകയാണ്. ഓരോ വീട്ടിലെയും അംഗത്തെ അദ്ദേഹം പ്രത്യേകമായി തന്നെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരമ്മ അദ്ദേഹത്തോട് അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ രാജാജി നഗർ എന്ന് പറയുന്ന ആ പ്രദേശം നമുക്കറിയാം, അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത്. പല അടിസ്ഥാന സൗകര്യങ്ങളുടെയും അപര്യാപ്തത അവിടെ ഉണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം വന്നുപോകുന്ന ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾക്കെതിരായ ഒരു ചുവടുമാറ്റം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം BJP സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ ആ അമ്മ തങ്ങളുടെ ദുഃഖങ്ങളും പരാതികളും ഒക്കെ അദ്ദേഹത്തോട് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നതും അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് രോഹിണി. മാറി വരുന്ന ഇടതു വലത്
ഭരണമുന്നണികളിൽ ഏറെ പ്രതീക്ഷ വെച്ചിരുന്നുവെങ്കിലും ആ പ്രതീക്ഷയൊക്കെ വിഫലമായ സാഹചര്യത്തിൽ അവർ ഏറെ പ്രതീക്ഷയോട് കാണുന്നത് BJP ആണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന 12 വർഷം നീണ്ടുനിന്ന ഭരണവികവും ഒപ്പം തന്നെ വികസനവും ഒക്കെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ വികസന സ്വപ്നങ്ങളും അതിൽ ഊട്ടി ഉറച്ച വിശ്വാസവും തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ BJP നേതാക്കൾക്കും ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തുറന്നു പറയുന്നത്. നീണ്ട വർഷത്തെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ, വിഷമതകൾ പല സർക്കാർ ഓഫീസുകളിലും ഒപ്പം തന്നെ ഇടത് സർക്കാരിൻ്റെ ജനപ്രതിനിധികളോടടക്കം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അത് പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴുണ്ടാകുന്ന വിഷമതകളും ഇവരുടെ പ്രയാസങ്ങളും ഒക്കെ അവർ ഓരോന്നായി അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം അത് വളരെ സസൂക്ഷ്മം കേൾക്കുകയും ഉറപ്പ് നൽകുകയും ചെയ്തു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന ഉറപ്പ് കൂടി നൽകുകയാണ്. ഒപ്പം തന്നെ ഓരോ ജനങ്ങളും വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ വീട്ടിലുള്ള ആൾക്കാരും കാത്തു നിൽക്കുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കേൾക്കുകയും ഉറപ്പ് നൽകുകയുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ജീവിത സാഹചര്യത്തിനൊപ്പം തന്നെ അവരുടെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ലായ്മയുടെ വിഷയങ്ങൾക്കും ഉറപ്പ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ കുടുംബാംഗങ്ങളും അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കുകയാണ്, തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഒപ്പം തന്നെ തലസ്ഥാന നഗരിയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് ഈ ഒരു നിൽക്കുന്ന പ്രശ്നങ്ങൾ മഴക്കാലം അടുത്താൽ ഉണ്ടാകുന്ന രൂക്ഷമായിട്ടുള്ളൊരു വെള്ളക്കെട്ടും അതുമൂലമുണ്ടാകുന്ന അവരുടെ രോഗങ്ങളും ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യമില്ലാത്ത ജീവിത സാഹചര്യവും ഒക്കെ അവർ അത് വ്യക്തമാക്കുന്നുണ്ട്. ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുമെന്ന് ഓരോ തിരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും പ്രകടന പത്രികകളിലടക്കം വാഗ്ദാനം നൽകുന്നതല്ലാതെ ഇടതു വലതു മുന്നണികൾ അതൊന്നും പാലിക്കപ്പെടുന്നില്ല, അതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല. ആ വാക്കുകളൊക്കെ ലംഘിച്ച കാഴ്ചകളാണ് അവർ ജീവിതത്തിൽ നേരിട്ടത്, അവർ അനുഭവിച്ചത്. അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് അവരനുഭവിച്ച പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തോട് വിശദമാക്കുകയാണ്. അത് തന്നെയാണ് നമുക്ക് ഓരോ ഗ്രഹസമ്പർക്ക പരിപാടിയിലും അദ്ദേഹം ഓരോ വീടുകളും കയറി ഇറങ്ങുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. അവർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് BJPയെ കാണുന്നത്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നതും. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോന്നായി അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിസന്ധി എന്താണ്, അവർ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അവർക്ക് എന്താണ് ആവശ്യങ്ങൾ, അത് എവിടെയാണ് നിഷേധിക്കപ്പെടുന്നത്, അതൊക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഓരോ വീടുകളിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അദ്ദേഹം മടങ്ങുമ്പോൾ ഉറപ്പ് നൽകുകയാണ് ഈ ജീവിത സാഹചര്യം മാറുമെന്നും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പ് നൽകുകയാണ്. ഓരോ വീടുകൾ ഇത്തരത്തിൽ 50 ലക്ഷം വീടുകളിലേക്കാണ് BJPയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്കം നടക്കുന്നത്. രോഹിണി. ശരി വീണ. BJPയുടെ ഗൃഹസമ്പർക്ക യജ്ഞവും നിധിശേഖരണവും തിരുവനന്തപുരം രാജാജി നഗറിൽ നടക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഗൃഹ സന്ദർശനം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.